മെറ്റയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തള്ളുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫേസ്ബുക്കിൽ നിന്ന് വാർത്തകൾ നീക്കാൻ താനോ തന്റെ ഓഫീസോ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റയുടെ പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കും നടപടി. വാർത്ത നീക്കിയതിൽ പരാതി നൽകണം, വാർത്ത പുനഃസ്ഥാപിക്കാൻ കത്തെഴുതാൻ തയ്യാറാണ് എന്നുകൂടിയാണ് പരിഹാസ രൂപേണ മുഖ്യമന്ത്രി ഇന്ന് പ്രതികരിച്ചത്. എന്റെ ഓഫീസിലെ ഒരാൾ ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞ മെറ്റ നിങ്ങളുടെയൊക്കെ റിമൂവ് ചെയ്യാണ്. അത് എന്താണ് മെറ്റയുടെ എന്തെങ്കിലും പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചാണോ എന്താണെന്ന് വ്യക്തമല്ല. അത് നിങ്ങൾ അത് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലുകളിൽ നിന്ന് ഓൺലൈൻ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തണം. അതിന്റെ കൂടെ സർക്കാർ ഉണ്ടാവും. സർക്കാർ വേണമെങ്കിൽ കത്തെഴുതാം. ഞാൻ വേണമെങ്കിൽ കത്തെഴുതാം മെറ്റയ്ക്ക്. കാരണം എന്നെ വിമർശിച്ച് കൊണ്ട് വരുന്ന പോസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കത്തെഴുതാം. ഞാൻ റെഡിയാണ്. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, ഗുരുതരമായ ഒരു പ്രശ്നം ഉയർത്തുമ്പോൾ, മാധ്യമ സ്വാതന്ത്ര്യത്തെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം ഉയർത്തുമ്പോൾ ഒരു സ്റ്റേറ്റിന്റെ തലപ്പത്തിരിക്കുന്നയാളാണ് ഈ പരിഹാസ രൂപേണ മറുപടി നൽകുന്നത്. റോഷിപാൽ, വിനിത, ഒരുപക്ഷെ കേരളം ഈ അടുത്തൊന്നും കാണാത്ത തരത്തിൽ റിപ്പോർട്ടറിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ, മറ്റ് ചില മാധ്യമ സ്ഥാപനങ്ങളുടെ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും മെറ്റ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇങ്ങനെ വാർത്തകൾ നീക്കം ചെയ്യുന്നു. അത് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രമാണ്. അത് ഓരോ വാർത്തകൾ, അത് MDMA കേസിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർ പിടിയിലായത് അടക്കമുള്ള വാർത്തകൾ ഒന്നൊന്നായി ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം. ഇത് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് പരിഹാസത്തോടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസാരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ സമാനമായ രീതിയിൽ മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അന്ന് ശക്തിയുക്തം എതിർത്തത് കോൺഗ്രസ് ആയിരുന്നു. പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കം അതിൽ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ എല്ലാ കാലത്തും മാധ്യമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഉയർത്തുന്ന കോൺഗ്രസ് കേരളത്തിൽ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ സർക്കാരിനെതിരെ വരുന്ന വാർത്തകൾ അത് സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും സർക്കാരിന്റെ പരാതിയെ തുടർന്ന് നീക്കം ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് മെറ്റയുടെ വിശദീകരണം. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഒരുപക്ഷെ ഇനിയും മുഖ്യമന്ത്രി വരുത്തേണ്ടി വരും. മുഖ്യമന്ത്രി പറയുന്നത് താൻ പരാതി കൊടുത്തിട്ടില്ല, തന്റെ ഓഫീസ് പരാതി കൊടുത്തിട്ടില്ല എന്നാണ്. പക്ഷെ അത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വാർത്തകൾ മാത്രം മെറ്റ നീക്കം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് മെറ്റ. എന്തായാലും ഇക്കാര്യത്തിൽ മെറ്റയെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അവർ രേഖാമൂലം തന്നെയാണ് ഇതിൽ വിശദീകരണവും നൽകുന്നത്. എന്തിനാണ് ഇങ്ങനെ അവ്യക്തമായ അല്ലെങ്കിൽ പരിഹാസത്തോടെ മറുപടി നൽകുന്നത്? അത് സാധാരണ രീതിയിൽ ഇങ്ങനെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരോ നേതാക്കളോ മാധ്യമ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന സമീപനം ഉണ്ടാകാറില്ല. പക്ഷെ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലെ വാർത്തകൾ നീക്കം ചെയ്ത് അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പരിഹാസ രൂപേണ ഇടപെടുന്നത്. റോഷിപാൽ, ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് 4-5 മണിക്കൂറായല്ലോ അല്ലേ? മെറ്റയ്ക്ക് കത്തെഴുതാനോ മറ്റോ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ടോ ഇതുവരെ? വിനിത, വേണമെങ്കിൽ മെറ്റയ്ക്ക് കത്തെഴുതാമെന്നാണ് പറഞ്ഞത്. കത്തെഴുതാമെന്നല്ല, വേണമെങ്കിൽ മെറ്റയ്ക്ക് കത്തെഴുതാം എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ നമ്മൾ കേട്ടതാണ് പരിഹാസമാണ്. അതൊന്നും കത്തെഴുതാൻ തീരുമാനിച്ചുള്ള ഒരു പ്രതികരണമായിരുന്നില്ല. ശരി, അതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ എടുക്കുന്ന നിലപാടുകളെ നരേന്ദ്രമോദി സർക്കാർ ഈ തരത്തിൽ മാധ്യമ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുമ്പോൾ എടുക്കുന്ന നിലപാടുകളെ നമ്മൾ അത്യന്തം ആദരവോടെയാണ് കാണാറുള്ളത്. അപ്പോഴാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നിലയിലൊരു നിലപാടെടുക്കുന്നത്. വേണമെങ്കിൽ കത്തെഴുതാമത്രേ. എന്തായാലും അദ്ദേഹം എഴുതുമോ? നമുക്ക് നോക്കാം.